നിങ്ങളുടെ എല്ലാ ഇത് ഈ മനസ്സ് ചിന്ത, മനസ്സ് സമാധാനം, ഈ മനസ്സ് സമ്മതിക്കാത്തത് എന്തുകൊണ്ടാന്ന് ഞാൻ പറയാം. നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളുടെയും അവസാനം മനസ്സ് എന്തുകൊണ്ട് ഇത് സമ്മതിക്കുന്നില്ല എന്നതിന്റെ കാരണം മനസ്സിലായാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാ ആഗ്രഹങ്ങളുടെയും നോക്കിക്കോ, എല്ലാ ആഗ്രഹങ്ങളുടെയും എല്ലാ ആഗ്രഹങ്ങളുടെയും അങ്ങേ തല എവിടെ പോയാൽ നിൽക്കണം നോക്കിയാൽ മതി. നിങ്ങളുടെ സകല ആഗ്രഹങ്ങൾ പക്ഷെ മനസ്സിലാവൂല കേട്ടോ. ഇത് ഭയങ്കര ട്രിക്കാണ് ഈ മനസ്സിന്റെ. മനസ്സിന്റെ തന്ത്രമാണിത്. മനസ്സിന്റെ ഭയങ്കര തന്ത്രമാണ്. നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളുടെയും അവസാനം പോയി നിൽക്കുന്നത് എവിടെയാണെന്ന് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. മനസ്സ് നിങ്ങൾക്ക് അത് മനസ്സിലാക്കി തരൂല. അവിടെ പോയാണ് ഇത് സ്റ്റോപ്പ് ആവുന്നതെന്ന് മനസ്സിലാക്കി തരൂല. മനസ്സ് ഭയങ്കര തന്ത്രപരമായിട്ടാണ് കളിക്കുക. ആരുമല്ല ജീവൻ. നിങ്ങളുടെ ജീവൻ ആരുമല്ല കേട്ടോ. ഭയങ്കര തന്ത്രപരമായിട്ടാണ്. നിങ്ങളുടെ ജീവൻ ഈ ലോകത്ത് ആരുമല്ലെന്ന് അങ്ങനൊന്നും കരുതരുത്. എന്റെ ജീവനാണത്. ജീവനൊന്നും അല്ല ആരും. അത് ചുമ്മാ നമ്പറാ. ഏറ്റവും അവസാനം പോയി നിൽക്കുന്നത് ഈഗോയിലല്ല. മനസ്സ് ഭയങ്കര തന്ത്രപരമായിട്ടാണ് കളിക്കുക. അവിടെയാണ് നിങ്ങളുടെ ശരീരം വേദന ഉണ്ടാകുന്നത്. എല്ലാ ആഗ്രഹങ്ങളുടെ അങ്ങേയറ്റം തേടിപ്പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിലാണ് പോയി നിൽക്കുക. മനസ്സിന്റെ കളിയില് അത് മനുഷ്യന് ഒരിക്കലും മനസ്സിൽ ആകില്ല. മനസ്സില്ല എന്നല്ല, മനസ്സിലാകില്ല. കാരണം അവിടെ നിന്ന് കളിക്കുന്നത് എല്ലാ ആഗ്രഹങ്ങളുടെ അങ്ങേയറ്റം പോയി നോക്കി ഞങ്ങള്. അങ്ങേയറ്റം, അങ്ങേയറ്റം പോയി നോക്കി. കാർ എന്തിനാണ് നിങ്ങൾക്ക്? വീട് എന്തിനാണ് നിങ്ങൾക്ക്? ഉം? നല്ല തൊട്ട് തലോടി സ്നേഹിക്കുന്ന ഇണകൾ എന്തിനാണ് നിങ്ങൾക്ക്? ഞാൻ പറയാറില്ല ഞാൻ നിങ്ങളുടെ ശരീരം കാണാറില്ല. നമ്മളെ സുഖിപ്പിക്കാനാണ്. സന്തോഷിപ്പിക്കാൻ എന്ന് പറയല്ലേ. സന്തോഷിപ്പിക്കാൻ എന്ന് പറയല്ലേ, സുഖിക്കാൻ എന്ന് പറ. സന്തോഷം സുഖം രണ്ടും രണ്ടാണെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ. എല്ലാം അവസാനം പോയി നിൽക്കുന്നത് ശരീരത്തിലാണ്. നിങ്ങൾ നോക്കിക്കോ, എല്ലാം സുഖത്തിന് വേണ്ടിയിട്ടല്ലേ. കാറ്, നല്ല കാറ്, വലിയ കാർ, സുഖമല്ല അവിടെ കിട്ടുന്നത്. സ്നേഹമുള്ള ഭാര്യ എന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ ഭർത്താവ് എന്ന് പറയുമ്പോഴും ലാസ്റ്റ് കിട്ടുന്നത് എന്താണ്? ഏറ്റവും അവസാനം കിട്ടുന്ന സാധനം എന്നാ? സുഖാണ്, ശാരീരിക സുഖാണ്. പണം, സുഖം, നല്ല ഭക്ഷണം, എവിടെയാ അവിടെ കിട്ടുന്നത്? എന്താണ്? നല്ല ഭക്ഷണം, എല്ലാം ശാരീരിക സുഖാണ്. അപ്പോ നിങ്ങൾ നിൽക്കുന്ന തലം എന്താണ്? സ്ഥൂല തലമാണ്. സ്ഥൂല തലം, ജാഗ്രതയിലാണ് നിൽക്കുന്നത്. അത് മുഴുവൻ നിങ്ങൾ ഈ നൈമിഷികമായ അല്ലെങ്കിൽ ഈ മണ്ണായി അലിഞ്ഞു പോകുന്ന ഓരോ ദിവസവും നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ ശരീരത്തെ സൂചിപ്പിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്ന പണിയാണ്. എല്ലാ ആഗ്രഹങ്ങളും, സകല ആഗ്രഹങ്ങളും നിങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിക്കോ. ഒരു 6 മാസമായിട്ട് ഇതൊന്ന് മാറ്റി വെക്കുക. നിങ്ങളുടെ സകല പണികളും സുഖത്തിന് വേണ്ടിയിട്ടാണെന്ന്. അവിടെ സമർപ്പണം ഇല്ല നിങ്ങൾക്ക്. എല്ലാ പണികളും, എല്ലാ പണികളും അത് വേദനയാണ്. അതാണ് എല്ലാ ദുഃഖത്തിന്റെയും കാരണം. സുഖം കിട്ടാതെ വരുമ്പോ പിന്നെ ഓപ്പോസിറ്റ് എന്നാ കിട്ടണത്? വേദന. ഭർത്താവിൽ നിന്ന് സുഖം ലഭിക്കുന്നില്ല, ഭാര്യയിൽ നിന്ന് സുഖം ലഭിക്കുന്നില്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റ് കിട്ടുന്നത് എന്താണ്? വേദനയാണ്. അത് ശരീരത്തിനാവാം, മനസ്സിനാവാം. കാരണം സകല മനുഷ്യന്റെ പണി പോണത് എങ്ങോട്ടാണ്? ശരീരത്തിലേട്ടാണ്. ശരീരത്തിന്റെ സുഖത്തിന് വേണ്ടിയിട്ടാണ്. ആ ഒരു ഡിഫറൻസിയേഷൻ അവിടെയാണ് നിങ്ങൾ ഈ രണ്ടായി വിഭജിക്കുന്ന അത് ഒരിക്കലും മനസ്സിലാക്കി തരില്ല. നമ്മൾ വിചാരിക്കും കാറ് മേടിക്കുന്നത് നമ്മുടെ ഓക്കെ, സാധാരണ കാറിൽ പോയാലും കുഴപ്പമില്ല. ഒരു കോടി 2 കോടിയുടെ കാറിൽ പോയാലും കുഴപ്പം. 2 കോടിയുടെ കാറിൽ പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി സുഖം കിട്ടും. ആ,
ആ സുഖത്തോടൊപ്പം തന്നെ ചുറ്റുമുള്ളവരൊന്ന് കാണുമ്പോൾ കിട്ടുന്നൊരു സുഖം കിട്ടും. എല്ലാ കിട്ടുന്ന സുഖവും ശരീരത്തിലിട്ടാണ്. ആ അതെ. ബുദ്ധനും ബുദ്ധൻ മാത്രമല്ല, മുഹമ്മദ് നബിയും പറഞ്ഞിട്ടുണ്ട്, യേശുവും പറഞ്ഞിട്ടുണ്ട്, ശ്രീകൃഷ്ണനും പറഞ്ഞിട്ടുണ്ട്. ഈ ആഗ്രഹങ്ങളാണ്. ആഗ്രഹങ്ങൾ പോയി നിൽക്കുന്നത് അവസാനം ശരീരത്തിലാണ്. അവസാനം അവസാനം പോയി നിൽക്കുന്നത് ശരീരത്തിലാണ്. അപ്പോൾ നിൽക്കുന്ന സ്ഥലം എവിടെയാണ്? അപ്പോൾ നിങ്ങൾ നിൽക്കുന്ന സ്ഥലം എവിടെയാണ്? അവിടെ നിങ്ങൾക്ക് വേദന തോന്നുന്നത് ശരീരത്തിലാണ്. എല്ലാം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വേദന തോന്നുന്നുണ്ടെങ്കിൽ ആ നിൽക്കുന്ന തലം എന്ന് പറയുന്നത് ശാരീരിക തലമാണ്. ശാരീരിക തലത്തിൽ നിൽക്കുമ്പോൾ എല്ലാ വേദനയും, എല്ലാം വേദനയാണ് എല്ലാ ദുഃഖങ്ങളുടെയും കാരണം.